സെഷനായിട്ടാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ പോലും ഈ ഓൺലൈനിൽ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. So let us be with prayer and let us be attentive what the Lord wants to speak to us. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ. And let us open the scripture from the book of Hebrews. എബ്രായർക്ക് എഴുതിയ ലേഖനം and chapter 2 verse 1 through 4. രണ്ടാം അധ്യായം 1 തൊട്ട് 4 വാക്യം വരെ. And it's a very familiar verse you might have read several times. ഈ വചനം നിങ്ങൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരിക്കും. But just as a reminder what the Spirit of the Lord has put in my heart, I would like to present before you all. എന്നാൽ നിങ്ങളുടെ മുൻപാകെ ഒരു റിമൈൻഡർ ആയിട്ട് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം പറയുവാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു, ഓർപ്പിച്ചു. Somebody help us in reading in Malayalam because we use here Hindi and English. ഞങ്ങൾ ഹിന്ദിയും ഇംഗ്ലീഷ് ബൈബിളുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് മലയാളത്തിൽ വായിച്ച് സഹായിക്കുമെങ്കിൽ നല്ലതായിരിക്കും. The book of Hebrews chapter 2 verse 1 through 4. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 തൊട്ട് 4 വരെ ഉള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? This is the wonderful word what we have heard in the scripture. ഇപ്പോൾ നമ്മൾ വായിച്ച വചനം അതൊരു wonderful വചനമാകുന്നു. In the second chapter we read about a warning given to the people of God. ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച വചനം അത് ദൈവം തന്റെ ജനത്തിന് ഒരു വാർണിംഗ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Warning given by God to his people through a servant of God. ദൈവത്തിന്റെ ഒരു ദാസൻ മുഖാന്തരം ദൈവമക്കൾക്ക് വേണ്ടി ഒരു വാർണിംഗ് ആയിട്ടാണ് ഈ വചനം എഴുതി തന്നിരിക്കുന്നത്. The first verse tells us we must pay more careful attention therefore what we have heard. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കേട്ടതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഒരു വാക്യത്തിൽ പറഞ്ഞാൽ 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. And the next phrase tells us in the very first verse so that you would not drift away. 1-ാം വാക്യത്തിൽ തന്നെ ഒരു ശബ്ദം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഒഴുകി പോകാതെ ഇരിക്കുവാൻ. We must understand one thing. നമുക്ക് മനസ്സിലാക്കണം, we all are standing in the end ages. നമ്മൾ എല്ലാവരും ആ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. Many of the people are rising up in these days. ഈ ദിവസങ്ങളിൽ അനേക That's a good thing and I do pray may the Lord raise many more people. അത് കേൾക്കാൻ വളരെ നല്ലതാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു അനേകർ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി എഴുന്നേൽക്കട്ടെ. But we people we must understand. എന്നാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? We must pay careful attention what the Lord has spoken through his word. ദൈവം വചനത്തിൽ കൂടെ നമ്മളെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കുവാൻ നമ്മൾ റെഡിയാകണം. Because the scripture clearly tells in the very first chapter. 1-ാം അധ്യായം It says that verse 3, chapter 1 verse 3. എബ്രായരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. That the sun is the radiance of God's glory and the exact representation of being. ദൈവത്തിന്റെ ഒരു മഹിമയുടെ പ്രകാശമാണെന്നാണ് വചനത്തിൽ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. And the next verse tells us stating all things by his powerful word. ദൈവത്തിന്റെ വചനത്തിന്റെ സാമർത്ഥ്യ ശക്തിയാൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. That's what we need these days in our life. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിച്ചു പറഞ്ഞത്. The powerful word what we got and what we heard when the servants of the Lord came. ദൈവത്തിന്റെ വചനം ദൈവദാസന്മാരെ പ്രസംഗിക്കുമ്പോൾ ആ വചനം വലിയ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിൽ വന്ന് അടിക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസം നമ്മൾ റെഡിയാകുന്നത്. That time when we have heard the scriptures we attended that word and we received. എന്നാൽ വചനം കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ സമർപ്പിക്കാറുണ്ട്, നമ്മൾ റെഡിയാകാറുണ്ട്. ദൈവത്തിന് വേണ്ടി
ഞാൻ ജീവിക്കുവാൻ റെഡിയാന്ന് പറയാറുണ്ട്. You have to understand, once we receive the salvation, എന്നാൽ ഒരിക്കൽ ദൈവം നമുക്ക് രക്ഷ നൽകി തന്നു. how did we receive it? When the powerful word of God came and struck to our heart. രക്ഷ എങ്ങനെയാണ് നമ്മൾ പ്രാപിച്ചത്? ദൈവത്തിന്റെ ആ വലിയ ശക്തിയേറിയ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് ആഞ്ഞടിച്ചപ്പോഴാണ് നമ്മൾ റെഡിയായത് രക്ഷ പ്രാപിക്കുവാൻ. The truth that Jesus is the only Savior. അന്നാണ് നമ്മൾ അറിഞ്ഞത് യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. We knew that there is power in the name of Jesus. അന്ന് നമ്മൾക്ക് മനസ്സിലായത് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും See the glory and the power of the Lord working just right between us. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. I don't know how many of you have seen, but we are the living witnesses of it. എനിക്കറിയില്ല ഇന്നത്തെ ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എത്ര പേര് ദൈവത്തിന്റെ അത്ഭുതം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നും വിളിച്ചു പറയുന്നത്. That's why that scripture says, the book of Psalm tells us, അതുകൊണ്ട് സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, oh, taste and see how the Lord is good. ദൈവം എത്ര നല്ലവനാകുന്നെന്ന് രുചിച്ചറിയുകയും. That's what the scripture tells us. Let us taste the Lord and understand. അതാണ് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ രുചിച്ചറിയണം. We must hear and we must see. നമ്മൾ കേൾക്കുക മാത്രമല്ല, കേട്ടിട്ട് ആ അത്ഭുതങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണണം. When we are here in the North India, we know the faith of the people. ഈ നോർത്ത് ഇന്ത്യയിൽ ഉത്തർ ഭാരതത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം അത് ഭയങ്കരമാണ്. Faith is unreachable. We South people, you have to understand. നമ്മൾ സൗത്തിലുള്ള നമ്മൾ ആൾക്കാരുമായിട്ട് നമ്മളുള്ളവര് നോർത്ത് ഇന്ത്യക്കാരുമായിട്ട് ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വിശ്വാസം അത് ഭയങ്കരമാണ്. Their faith is just like the Syrophoenician women. സുറോഫോനിയ വുമൻ അല്ല സ്ത്രീയെ പോലത്തെ വിശ്വാസമാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. It doesn't matter to them howsoever they are, but when their faith comes up, എന്നാൽ അവരുടെ വിശ്വാസം വളരുമ്പോൾ at that time they would do anything. അവർ എന്തും ചെയ്യാൻ റെഡിയാണ്. Whatsoever level they might reach, they would reach it. ഏത് ലെവൽ അവർ പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടം വരെ അവരെ എത്തുവാൻ അവർക്ക് കഴിയും. That's what the faith of the North Indian people is. അതാണ് നോർത്ത് ഇന്ത്യയിലെ സ്പെഷ്യാലിറ്റി. അവരുടെ വിശ്വാസം ഭയങ്കരമാണ്. I don't say everywhere in the North India, but we have seen in our Nagpur city. ഞാൻ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ എല്ലാ നോർത്ത് ഇന്ത്യയിലെ എനിക്ക് അധികമായിട്ട് അറിയത്തില്ല. എന്നാൽ നാഗ്പൂരിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Because when we as the people, their faith, when they share it with us, when we see their faith in their daily life, it's just so astonishing. ഓരോരുത്തരും സാക്ഷ്യം പറയുന്നതും സഭയിൽ സാക്ഷ്യം പറയുന്നതും അതുപോലെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നേടുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതമാണ്. Let me speak to you just a testimony. അതുകൊണ്ട് ഒരു സാക്ഷ്യം ഞാൻ പറയുകയാണ്. A woman who is so young. ഒരു യവന പ്രായം ഒരു സഹോദരി 22 or 23. 22-23 വയസ്സുള്ള ഒരു സഹോദരി. She came up from the Hindu background. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. When she knew the Lord Jesus, യേശുവിനെ അറിഞ്ഞതിന് ശേഷം her husband was a Christian. അവളുടെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആയിരുന്നു, നേരത്തെ ക്രിസ്ത്യൻ ആയിരുന്നു. But then after she married a Christian. ആ സഹോദരി ഹിന്ദു ആയിരുന്നു, എന്നാൽ വിവാഹം ചെയ്തത് ക്രിസ്ത്യൻ ബോയിനെ ആയിരുന്നു. When she came up, എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് she ശേഷം was demon possessed. സാത്താൻ ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു. And everybody knew about her. എല്ലാവർക്കും അവരെ കുറിച്ച് അറിയാവുന്ന ചില പ്രോബ്ലംസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. We met them first time. One of our believer brought into our church. സഭയിൽ വേറെ ഒരു വിശ്വാസിയാണ് ആ കുടുംബത്തെ കൊണ്ടുവന്നത്. Because they was in great distress. കാരണം അവർ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു. We were introduced to that family. ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് വേറെ ഒരു വിശ്വാസി ആ കുടുംബത്തിലേക്ക് ചെയ്തു. So we went there, we have prayed for them. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. Her situation so was worse. ആ സഹോദരിയുടെ സിറ്റുവേഷൻ ഏറ്റവും വേഴ്സ്റ്റ് ആയിരുന്നു. Let me speak to you, the demon which was tormenting her. ഏത് ഭൂതത്താൽ ഭാരപ്പെടുകയായിരുന്നു. That demon was trying to press her so hard so that demon would kill. സാത്താൻ അല്ലെ ആ ഭൂതം ആ സഹോദരിയെ കൊല്ലുവാനായിരുന്നു ശ്രമിച്ചത്. And once we got a phone call at the morning, at the night. ഒരു പ്രാവശ്യം ഒരു രാത്രി ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കോൾ വന്നു. And it was something like this, that I'm gonna die. ആ സഹോദരി ഫോൺ ചെയ്തിട്ട് ഫോണിൽ പറയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. And the next day we were praying to the Lord the whole night, Lord, let nothing happen. അന്ന് രാത്രി ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച, ദൈവമേ ഇന്ന് രാത്രി മുഴുവനും നീ അവരോട് കൂടെ ഇരിക്കണമേ, ഒന്നും ദുർഘടന ഉണ്ടാകരുത്. My husband was totally disturbed. കാരണം ആ സഹോദരി
സഹോദരിയുടെ ഹസ്ബൻഡ് ടോട്ടലി ഡിപ്രസ്ഡ് ആയിരുന്നു. But anyhow we prayed and she was silent. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആ സാത്താനെ മൗനമാക്കി. But the next day, എന്നാൽ അതിന്റെ പിറ്റേ ദിവസം the day once again we gets a call. ഞങ്ങൾക്ക് വീണ്ടും കോൾ വന്നു. That was that same lady, young lady. ആ സഹോദരി തന്നെയാണ് ഞങ്ങൾ ഫോൺ ചെയ്ത് പറയുന്നത്. Demon possessed, she was speaking. സാത്താൻ ബാധിച്ചാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എടുത്ത് കോൾ ചെയ്യുന്നത്. And she is speaking in such a way. എന്നിട്ട് ഫോണിൽ ഇങ്ങനെയാണ് ആ ഭൂതം പറഞ്ഞത്, I'm going to take her to the graveyard. ഞാൻ ഇവളെ ഒരു ഖബറിലേക്ക് അല്ലെ ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോകുകയാണ്. And then many things she was telling. ഒത്തിരി കാര്യങ്ങള് ഭൂതം ബാധിച്ചാണ് ഈ ഫോണിൽ എല്ലാം പറഞ്ഞത്. She was saying that bring me the chicken, the raw chicken. എന്നിട്ട് ആ സഹോദരി ഫോൺ ചെയ്ത് പറഞ്ഞ് ഒരു ചിക്കൻ കട്ട് ചെയ്ത് അങ്ങനെയും എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. Which means no washing, no making curry or anything. ആ ചിക്കൻ കറി വെക്കരുത്, അത് കഴുകി അത് കട്ട് ചെയ്ത് അതിന്റെ ബ്ലഡോട് കൂടെ എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. She was speaking in demon possession. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതാ സഹോദരി അല്ല സംസാരിക്കുന്നത്, ഭൂതം ബാധിച്ചാണ് സംസാരിക്കുന്നത്. And at that same moment her husband was away. He went to his job. എന്നാൽ ആ സഹോദരിയുടെ ഹസ്ബൻഡ് ജോബിലേക്ക് പോയ സമയത്താണ് ഈ സഹോദരി ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത്. And he informed her husband. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡിനെ ഫോൺ ചെയ്തു. To come back to your home very quickly. വീട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങി വരുവാൻ ഞങ്ങൾ പറഞ്ഞു. We too are going to come there. ഞങ്ങൾ അവിടെ വന്നേക്കാം എന്ന് വിളിച്ചു പറഞ്ഞു. And then we went so hurried, so panicked, and we were praying. ഞങ്ങൾ ഭയത്തോടെയാണ് കടന്നു വന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നുള്ള പേടിയോടെയാണ് അവിടെ ഞങ്ങൾ കടന്നു വന്നത്. We rang the doorbell. ഞങ്ങൾ ചെന്ന് ഡോർബെൽ അടിച്ചപ്പോൾ She opened the door. കതക് തുറന്ന് And she was holding the knives in her hand. കയ്യിൽ കത്തി പിടിച്ചോണ്ട് നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. She was sharpening the knife. ആ കത്തിയിൽ മൂർച്ച കൂട്ടുകയായിരുന്നു. We were all afraid. ഞങ്ങൾ അത് കണ്ട് ഭയപ്പെട്ടു പോയി. We declared in the name of Jesus, we command you to sit the place where we command you. അപ്പോൾ ഞങ്ങൾ വെളിയിൽ തന്നെ നിന്ന് കതന്റെ പുറത്ത് തന്നെ നിന്ന് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സാത്താനെ നിന്നോട് കൽപ്പിക്കുന്ന അവിടെ ഇരിക്കുക. That moment she was silent. ഉടനെ തന്നെ ആ സാത്താൻ അവിടെ ഇരുന്നു. But let me speak to you. അപ്പോൾ എന്താണ് സംഭവിച്ചത്? The moment was she was having so much rage and many things. She was showing the weapon. ആ സമയം ആ കത്തി മൂർച്ച ആക്കി ആ കത്തി ഞങ്ങളെ കാണിച്ച് പേടിപ്പിക്കാനൊക്കെ തുടങ്ങി. ആ സാത്താൻ പറഞ്ഞത് ഞാൻ ഈ യൗവനക്കാരത്തെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയേ അടങ്ങിയുള്ളൂ. ഞാൻ ഇവിടെ പ്രാണൻ എടുക്കാതെ ഞാൻ ഇവിടെ വിടുകയില്ല. അങ്ങനെയാണ് ആ ഭൂതം പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് ഫുൾ ഡേ ദൈവം അത്ഭുതം ചെയ്ത് ആ സാത്താനെ മൗനമായിട്ടിരുത്തി. എന്നിട്ട് ആ സഹോദരിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കാം, ദൈവം അത്ഭുതം ചെയ്യും. ആ ആദ്യത്തെ ദിവസം ആ സമയം ഭയങ്കര ശബ്ദമെടുത്താണ് പ്രാർത്ഥിച്ചതും. ആ ഭൂതം ബാധിച്ച സഹോദരി വളരെ ശബ്ദത്തിലാണ് അലറിയത്, ഒച്ച വെച്ചതുമൊക്കെ. The situation, they were staying in a society in a flat. അവർ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കൊണ്ട് അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഒച്ച വെക്കുവാനൊന്നും കഴിയുകയില്ല. Because it was a silent remote place. കാരണം അതൊരു സൈലന്റ് ആയ ഒരു പ്ലേസ് ആയതുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കാനൊന്നും കഴിയുകയില്ല. Because of our voice of the prayer, because of the screaming of the demon. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദവും അതുപോലെ തന്നെ ആ ഭൂതം ബാധിച്ച വ്യക്തിയിൽ അലറുന്ന ശബ്ദവും. Everything, it was so furious and everything was something like scattering out. അതെല്ലാം അയൽവക്കക്കാർക്ക് കേട്ടിട്ട് ഒരു വളരെ പ്രോബ്ലം ആയി തീർന്നു. ഞങ്ങൾക്കും ഒരു ഭയം വന്നു. They were disturbed at the night time when we reached the night, the first day night. അപ്പോൾ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന നൈറ്റ് സെക്ഷനിൽ ഞങ്ങൾ കടന്നപ്പോൾ we heard that police is outside. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് കടന്നു വന്നു. And someone informed from the society. ആരോ സൊസൈറ്റിന്ന് ഫോൺ ചെയ്താണ് പറഞ്ഞേ ഇവരിവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. And then finally they came and they asked us what is happening, everything. ആ പോലീസ് കടന്നു വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇത്ര ഒച്ചയുള്ളത്. And we told everything. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. And they said the society asked there must be no voice. എന്നാൽ ആ പോലീസ് പറഞ്ഞത് കുഴപ്പമില്ല, എന്നാൽ സൊസൈറ്റി വിളിച്ചു പറഞ്ഞല്ലോ ഒച്ച വെക്കരുതെന്ന്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. But then we prayed to the Lord. We said okay, we will not make any noise. അതിനുശേഷം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു ഓക്കെ ഇനി ഞങ്ങൾ ഒച്ച വെക്കുകയില്ല. And then finally what we did was we prayed to the Lord and we ended up the അന്ന് പോലീസ് വന്നതുകൊണ്ട് അന്ന് ഫസ്റ്റ് ഡേയുടെ ഉപവാസ പ്രാർത്ഥനയുടെ രാത്രിയിലെ സെക്ഷൻ ഞങ്ങൾ അവിടെ തന്നെ പ്രാർത്ഥിച്ചു വൈൻഡ് അപ്പ് ചെയ്തു. രണ്ടാമത്തെ ദിവസം വീണ്ടും ഉപവാസത്തിന് അവരുടെ വീട്ടിലേക്ക് കടന്നു. ആ മുറിയിൽ ഇരുന്ന് ഞങ്ങൾ അപ്പുറത്തെ മുറിയിൽ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. തലേ രാത്രി പോലീസൊക്കെ കടന്നു വന്നതുകൊണ്ട് വിശ്വാസികൾ അധികം പിറ്റേ ദിവസം കടന്നു വന്നില്ല.
prayed to the Lord. എന്നാൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. We said nobody will make any noise. ഞങ്ങൾ പറഞ്ഞു ഒരു വിശ്വാസിയും ഉറക്കെ സ്തോത്രം പറയരുത്. But we will speak just in our limitations in our heart. എന്നാൽ ദൈവദാസന്മാര് മാത്രം അല്പം ഒച്ചയെടുത്ത് പയ്യെ ദൈവത്തെ ആരാധിക്കും. All were silent, but we were praying through our heart. ബാക്കി വിശ്വാസികൾ ആരൊക്കെ കടന്നു വന്നു അവരെല്ലാം മനസ്സിൽ ആരാധിക്കുവാൻ തുടങ്ങി. Even the songs what we were singing was the silent songs. ഞങ്ങൾ പാട്ട് പാടിയത് പോലും വളരെ ശബ്ദം കുറച്ചാണ് പാടിയത്. There were not so furious songs, clapping our hands and being in the fire. കൈകൊട്ടി ആരാധിക്കുവാനോ വലിയ പാട്ട് ഉച്ചത്തിൽ പാടാനോ ഒന്നും അവിടെ കഴിഞ്ഞില്ല. According to today's generation, if I say there was no any system to clap our hands and shout a big hallelujah and everything. എന്നാൽ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ ഉറക്കെ ആരാധിക്കുക, കൈകൾ കൊട്ടി ആരാധിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Yes, that's good. അത് നല്ലതാണ്. But due to that situation, എന്നാൽ ആ സിറ്റുവേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ the Lord taught us that we can take away the demon without even speaking a single high word note. അന്നത്തെ ആ സംഭവത്തിൽ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വളരെ ശബ്ദമെടുക്കാതെയും ഉച്ചത്തിൽ അലറാതെയും നമുക്ക് സാത്താനെ കൽപ്പിച്ച് പുറത്തിറക്കുവാൻ കഴിയും. We were praying at the second day afternoon service. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിന് ഉപവാസ പ്രാർത്ഥന ഉച്ചയ്ക്കത്തെ സെഷൻ ആയപ്പോൾ The heart of that husband failed അപ്പോൾ ആ സഹോദരിയുടെ ഹസ്ബൻഡ് നിരാശയായി പോയി. because he thought nothing is gonna happen. അദ്ദേഹം ഓർത്തു ഇനി പ്രാർത്ഥനയിൽ ഒന്നും അത്ഭുതം But നടക്കുകയില്ല. I strengthened that man എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു that it will be possible if the Lord will do the miracle. ദൈവം ചെയ്താൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. God has commanded, He will heal and free you. ദൈവം സൗഖ്യം നിങ്ങളുടെ കുടുംബത്തിൽ നൽകി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം തീർച്ചയായിട്ടും തന്നിരിക്കും. We declared, and his faith began to increase. ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം ഒരിക്കൽ കൂടെ നല്ല സ്ട്രോങ് ആയി He തീർന്നു. received it അത് വിശ്വസിച്ചു. and he said, yes, amen, the Lord will do it. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആമേൻ, അങ്ങനെ തന്നെ എന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. Look, the faith that man had. പ്രിയമുള്ളവരെ, ആ വാക്ക് കേട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് We reached the second session of the afternoon, the second day. ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസത്തിന്റെ രണ്ടാം സെക്ഷന്റെ പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങി. We were just silently praying. എല്ലാ വിശ്വാസികളും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Nobody were raising the voice. ആരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നില്ല. We were having the another fear if the next police team does not come. കാരണം ഞങ്ങൾക്ക് ആ ഭയമുണ്ടായിരുന്ന സൊസൈറ്റിക്കാരെ ഇനിയും പോലീസിനെ വിളിക്കുമോ. So we were all praying without silence. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടേയിരുന്നു. Guess what? In the second session of the second day afternoon, എന്നാൽ രണ്ടാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ സെക്ഷനിൽ the Lord did the mighty miracle. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. The Lord took away the demon which was surrounded, which was possessing his authority over that lady. ആ സഹോദരിയുടെ മേൽ അധികാരം ചുമല് വെച്ചോണ്ടിരുന്ന ആ സാത്താന്യ ശക്തിയെ ദൈവം ബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി. The Lord himself took out the demon without raising our voice. ഞങ്ങളുടെ ശബ്ദം പോലും അവിടെ ഉയരാതെ ദൈവം തന്നെ ഇറങ്ങി വന്ന് അത്ഭുതം അവിടെ ചെയ്തു. She gave the testimony after that fasting prayer. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ സഹോദരി ഇങ്ങനെയാണ് ഞങ്ങളോട് സാക്ഷ്യം പറഞ്ഞത്. I saw with my eyes ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു that the Lord was coming to me. ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു വ്യക്തി എന്റെ അടുത്തിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. And took away the demon out from me. എന്റെ അകത്തുണ്ടായിരുന്ന കുറെ സാത്താന്യ ശക്തികളെ ആ വെള്ള വസ്ത്രമിട്ട വ്യക്തി വന്ന് ബന്ധിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. And I was totally free, and he spoke many things to me. ഞാൻ അതിനുശേഷം വളരെ ഫ്രീ ഫീൽ ചെയ്തു. അനേക കാര്യങ്ങൾ ആ വ്യക്തി എന്നോട് സംസാരിച്ചു. And that lady is still alive, and she is there. ആ സഹോദരി ഇന്നും ജീവിക്കുന്നു. Let me speak to you. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, The Lord does the miracles according to our faith. നമ്മുടെ വിശ്വാസത്തിന്റെ അനുസരിച്ചാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. We have seen many miracles through our eyes. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അനേക അത്ഭുതങ്ങൾ ഞങ്ങൾ ഇന്ന് വരെയും The കണ്ടുവന്നിരിക്കുന്നു. salvation what we have got is not in vain. അതുകൊണ്ട് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആ രക്ഷ അത് വ്യർത്ഥമല്ല. The scripture says, വചനത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? pay careful attention to the word what we have received. നമ്മൾ കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കുകയാണെന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ വായിച്ചത്. Be careful in what every word the Lord has taught us. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഏതൊക്കെ വചനം നമ്മൾ കേൾക്കുന്നോ ശ്രദ്ധ വെച്ച് കേൾക്കുക.
Do we only listen or do we just neglect it after listening? നമ്മൾ വചനം കേൾക്കുന്നൊക്കെയുണ്ട്, എന്നാൽ അത് നെഗ്ലക്ട് ചെയ്യുകയാണോ? The scripture says, Jesus says a parable. എന്നാൽ വചനത്തിൽ പറഞ്ഞ യേശു ക്രിസ്തു ഒരു ദൃഷ്ടാന്തം പാരബിൾ പറയുമ്പോൾ The one who builds his house on a sand. സാൻഡിൽ അല്ലെ മണലിൽ വീട് പണിയുന്ന വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. He is such a foolish man. അതൊരു ഫുളിഷ് മാൻ ആണെന്നാണ് ദൈവം പറയുന്നത്. Nobody wants to build and lay the foundation of his house on കാരണം a sand. ആരും അവരുടെ വീട് ഒരു മണലിന്റെ പുറത്ത് ഫൗണ്ടേഷൻ ഇടുവാൻ ആഗ്രഹിക്കുകയില്ല. If the tide rises up and if the high winds comes up and the rain falls down, that home will be destroyed. കാരണം കാറ്റ് വന്നടിച്ചാലും തിരമാലകൾ വന്നടിച്ചാലും ആ വീടിന് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവാൻ കഴിയുകയില്ല. It will be blown away just with the one blown of a wind. ഒരു കാറ്റ് വരുമ്പോൾ തന്നെ ആ വീട് തകർന്നു വീഴും. In the same way is a man who listens the word, അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി വചനം കേൾക്കുന്നുണ്ട്, but he's not able to put it into practice. എന്നാൽ അതിൽ നടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ Let me speak to you. We are like just that, a foolish അപ്പോൾ man. ആ ഫുളിഷ് മാനെ പോലെ തന്നെ ആയിത്തീരും. Let me speak to you, my Jesus. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് We പറയട്ടെ, all have heard thousands of sermons, thousands of services we have attended. നമ്മൾ എത്ര ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിലും കൂടിയിട്ടുണ്ട്, ആയിരക്കണക്കിന് വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. If you are in Kerala, you might probably met with thousands of meetings. നിങ്ങൾ കേരളത്തിലാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം മീറ്റിംഗ്സ് ലഭിക്കുന്നുണ്ട്. Here in Nagpur and North India, there are no more meetings, no എന്നാൽ meetings. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊന്നും നാട്ടിലെ പോലത്തെ ഒത്തിരി സഭകളും ഒത്തിരി മീറ്റിങ്ങുകളും ഒന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. I heard in the Kerala, in every homes, in the just outside of your homes, in the boundaries, you would make your home convention. നാട്ടിൽ കേരളത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടു, നിങ്ങൾക്കൊക്കെ മുറ്റത്ത് കൺവെൻഷനും വെക്കുവാൻ കഴിയും. That's a wonderful thing. അത് ഏറ്റവും വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. We don't have any kinds of such a കാരണം convention. ഇവിടെയൊന്നും കൺവെൻഷൻ ഒന്നും എങ്ങും പബ്ലിക്കിൽ നടക്കാൻ കഴിയുകയില്ല. If it would be there, several kinds of investigations would be there. ഒത്തിരി കൺവെൻഷൻ അല്ലെ വലിയ കൺവെൻഷൻ ഒക്കെ നടത്തണമെങ്കിൽ അനേക ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒത്തിരി സഭകൾ കൂടി ഒരു കൺവെൻഷൻ വെക്കുന്നത്. So you are blessed one. അതുകൊണ്ട് നിങ്ങളൊക്കെ ധന്യ അല്ലെ ബ്ലെസ്ഡ് ആകുന്നു. You must be thankful to God that you're receiving many word. You are attending the meeting. എത്ര മീറ്റിംഗ്സ് ആണ് ദൈവം നിങ്ങൾക്ക് നൽകി തരുന്നത്. എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക. But let me ask you one thing, my dear. എന്നാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, Are we putting those words into practice when we hear നമ്മൾ every single കേട്ട message? എല്ലാ വചനത്തിൽ നമ്മൾ നടക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? You all will say, yes, I am doing it. ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ മറുപടി പറയും, ഞാൻ ചെയ്യുന്നുണ്ട്. That pastor's word was wonderful. എന്നാൽ നമ്മൾ പറഞ്ഞ എന്താണ്? ആ പ്രാസംഗിന്റെ വചനം എത്ര നല്ലതായിരുന്നു. The preacher, he was so just like a fire. ഇന്ന് വന്ന പ്രാസംഗൻ വലിയ അഗ്നിമയോടെയാണ് പ്രസംഗിച്ചത്. But what gain is to us? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലാഭം? Are we putting the word into practice? ആ വചനത്തിൽ നമ്മൾ നടക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? Or are we just listening, just wasting our time and spending our money on putting the petrol and going to the meeting? അതോ നമ്മൾ പെട്രോളും കാശും മുടക്കി ഒരു മീറ്റിംഗ് വരെ കടന്നു എന്നിട്ട് ആ മീറ്റിംഗ് നല്ലതാണെന്ന് മാത്രം പറയാനാണോ നമ്മൾ പോകുന്നത്? I have heard many of the people say that oh, his preaching was good. Oh, he has left that word. Oh, he has left that point. ഞാൻ അനേകരെ അറിയുന്നു, അനേകർ എന്നോട് പറയാറുണ്ട്. ചില മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് വന്ന് എന്നോട് വന്ന് പറയും, ആ മീറ്റിംഗ് വളരെ നല്ലതായിരുന്നു, ഈ മീറ്റിംഗിൽ കടന്നു വന്നപ്പോ ആ പ്രാസംഗൻ ഇന്ന വേർഡ് പറഞ്ഞില്ല, ഇന്ന പോയിന്റ് പറയാൻ മറന്നുപോയി. No, we are not going there to just find out something wrong. എന്നാൽ നമ്മള് ദൈവത്തിന്റെ സഭയിൽ കടന്നു ചെല്ലുന്നത് കുറ്റം കണ്ടുപിടിക്കാനല്ല. That's the weakest problem of a Christian life. അങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ പരാജയമാണ് കണ്ടുപിടിക്കുക. All the apostles says, test yourself, not others. പൗലോസ് പറഞ്ഞത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, മറ്റുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. Test yourself whether ye are in faith or not. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ നമുക്ക് ശോധന ചെയ്യാം. We Christian people, according to Carolites, we Pentecostal people. എന്നാൽ നമ്മൾ പെന്തക്കോസ്തുകാര് നമ്മുടെ നാട്ടിലെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ Here in the North India, we don't speak so much Pentecostal. നോർത്ത് ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ പെന്തക്കോസ്തുകാരെ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. Everybody will say, oh, they are Masihi. ഇവിടെ ഓൺലി ക്രിസ്ത്യൻ ഒരു വാക്കേ ഉള്ളൂ എല്ലാവർക്കും, അത് പെന്തക്കോസ്തായാലും സമുദായക്കാരായാലും. But let me speak to you according to our language in Kerala. We say we are Pentecostal. എന്നാൽ കേരളത്തിലെ ശബ്ദമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ പെന്തക്കോസ്തുകാരനാണ്. Okay, anyway, if you're CNI, Brethren, Pentecostal, Assemblies of God, or anything. അത് ഏത് ഡോമിനേഷനിൽ നമ്മൾ ആയിക്കോട്ടെ, CNI ആയിക്കോട്ടെ, പെന്തക്കോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെ എവിടത്തെയും നമ്മൾ ആയിക്കോട്ടെ, we have only one word of God. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ തന്നെയാണ്. We have the one rules and regulations. നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന റൂൾസ് അത് സെയിം ആണ്. We have one baptism. നമുക്കെല്ലാവർക്കും ഒരു സ്നാനമാണ്. We have one faith. നമുക്കെല്ലാവർക്കും ഒരു We വിശ്വാസമാണ്. have one God. നമുക്കെല്ലാവർക്കും ഒരു ദൈവം തന്നെ. And we know we are waiting for a blessed Savior, Jesus Christ. അതാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ആ യേശു ക്രിസ്തുവെ ഒരിക്കൽ കൂടെ കണ്ടുമുട്ടുവാനാണ്. So let me speak to you, my dear. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, More than keeping a Pentecostal title, let us keep, why not, just as 1 John 3:1 tells us. 1 യോഹന്നാൻ 3:1 പറയുന്നത് പോലെ നമ്മൾ ഞാൻ പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ മാത്രം നമ്മൾ അഹങ്കരിക്കരുത്. But let us keep that word, what John the Apostle said. എന്നാൽ യോഹന്നാൻ പറഞ്ഞ ആ വാക്ക് നമുക്ക് നമ്മുടെ മേൽ തന്നെ ലാഗു ചെയ്യാം. 1 John 3:1 tells us. 1 യോഹന്നാൻ 3:1 പറഞ്ഞത്, The love of Father who has lavished on us. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ സ്നേഹിച്ചു. That we are called as the sons of God. നമ്മളെ ദൈവപുത്ര അല്ലെ ദൈവത്തിന്റെ സന്താനാകുവാനുള്ള യോഗ്യമാക്കി There is തീർത്തു. not return of Pentecostal. അവിടെ ഒന്നും ഡിനോമിനേഷന്റെ പേര് കൊടുത്തിട്ടില്ല. It's return we are called sons of എന്നാൽ God. ദൈവ മക്കൾ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. We have been called and our identification is the sons of അതുകൊണ്ട് God. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ഐഡന്റിഫിക്കേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രൻ അല്ലെ ഞാൻ ദൈവത്തിന്റെ പുത്രിയാകുന്നു. Or when our denomination, നമ്മുടെ ഡിനോമിനേഷനെക്കാട്ടിലും അധികമായിട്ട്, more than our background, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടിലും more than അധികമായിട്ട്, our culture. നമ്മുടെ കൾച്ചറിനെക്കാട്ടിലും Let അധികമായിട്ട് us say that I am a child of the Lord. നമ്മളിൽ കൂടെ നമ്മൾ പറയുകയും നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം, ഞാൻ ദൈവമകനാകുന്നു അല്ലെ ദൈവത്തിന്റെ മകളാകുന്നു. Are we just like the foolish man who built his home on the sand? അപ്പോൾ ഇനി നമുക്ക് ശോധന ചെയ്യാം, നമ്മൾ ആ ഫുളിഷ് മാനെ പോലെ മണലിൽ വീട് വെക്കുവാൻ ആണോ നമ്മുടെ ജീവിതം? അങ്ങനെയാണ് ജീവിക്കുന്നത്? Or are we just like a man who built his house on a rock? അതോ ആ റോക്കിൽ അല്ലെ പാറമേൽ പണിത ആ വ്യക്തിയുടെ വീട് പോലെ ആകുന്നു? Let me speak to you. പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് If പറയട്ടെ, you build your house foundation on the rock, നമ്മുടെ വീട് അല്ലെ നമ്മുടെ ഈ ജീവിതത്തിന്റെ വീട് നമ്മൾ ആ പാറമേൽ പണിയുകയാണെങ്കിൽ, guess what the scripture tells us? വചനത്തിൽ എന്താണ് പറയുന്നത്? The scripture says even when the tide will rise, the wind will blow, the rain will come down, വലിയ തിരമാലകൾ വന്നടിച്ചാലും കാറ്റ് വന്നടിച്ചാലും you will never fall down from that foundation. ആ ഫൗണ്ടേഷനിൽ നിന്ന് ഒരിക്കലും ആർക്കും വീഴിക്കുവാൻ കഴിയുകയില്ല. Because the scripture says, the psalmist says in the book of Psalm chapter 40 verse 1, കാരണം സങ്കീർത്തനം 40:1 ഇങ്ങനെയാണ് പറയുന്നത്, I waited patiently for the Lord and he heard my cry. ഞാൻ ദൈവത്തിന് വേണ്ടി പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്തിരുന്നു, കാത്തിരുന്നു, ദൈവം എന്റെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടു. And the next phrase tells us, മുമ്പോട്ടുള്ള വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, he took me out from mire and mud and gave me a stand firm place on a rock. മണ്ണിൽ നിന്ന് അല്ലെ ആ കുഴിയിൽ നിന്നാണ് എന്നെ എഴുന്നേറ്റ് പ്രധാനന്മാരുടെ കൂടെ എന്നെ ഇരുത്തിയത്, ആ സൗഭാഗ്യം നൽകി തന്നത്. Oh, that's a blessed words that he took us out from that mire and mud. ആ ചോറിൽ നിന്ന് അല്ലെ ആ കീച്ചടിൽ നിന്നാണ് ദൈവം നമ്മളെ വലിച്ച് നമ്മളെ പൊക്കി പുറത്താക്കിയത്. And he has set my feet on a rock, says the psalmist. പാറമേൽ എന്റെ കാലുകളെ നിർത്തിയതാണ് വചനത്തിൽ വായിക്കുന്നത്. That's what we people of God are. അതാണല്ലോ നമ്മൾ ദൈവമക്കൾ. Now let me speak to you. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, Is your feet on a rock really? നമ്മുടെ കാല് പാറമേലാണ് പതിഞ്ഞെങ്കിൽ, Is your feet set on the rock? എന്നാൽ ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളോട് ഒന്ന് ചോദിക്കാം, നമ്മുടെ കാലുകൾ ആ പാറമേലാണോ നമ്മൾ നിർത്തിയിരിക്കുന്നത്? Because Jesus said, കാരണം യേശു പറഞ്ഞല്ലോ, if you will build your home on the rock, പാറമേൽ നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ you will obey and practice the word what I've spoken. ഞാൻ പറഞ്ഞല്ലോ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യും, അതിൽ നടക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും. People of God, listen carefully. എന്നാൽ നമ്മൾ വചനം കേൾക്കാറുണ്ട്. Let us hear the word of God, what the Lord has spoken. ദൈവം പറയുന്ന ഓരോ വാക്യവും നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കണം. Not only just listening, but obey the word. എന്നാൽ കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് ജീവിക്കുവാൻ ട്രൈ ചെയ്യണം. The scripture clearly tells us, വചനത്തിൽ
വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, Why are we obeying the word? നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം Why അനുസരിക്കുന്നത്? do we need to obey the word of God? ദൈവത്തിന്റെ വചനം അനുസരിക്കണം എന്തിനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? The salvation what we once got in a lifetime. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ആ രക്ഷ ലഭിച്ചപ്പോൾ That's a wonderful privilege. We have got to know the true God. ദൈവത്തെ, സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു സൗഭാഗ്യമാണ് ദൈവം നമ്മൾക്ക് നൽകി തന്നത്. And not only that, when we read the book of Titus chapter 2, എന്നാൽ തീത്തോസ് 2-ാം അധ്യായം and verse 11 onwards to 14, it tells us 11-ാം വാക്യം തൊട്ട് 14-ാം വാക്യം വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, we have received the salvation from God. ദൈവത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. Comes into our heart. ഈ രക്ഷ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ The scripture says it teaches us something. നമ്മളെ ചില കാര്യങ്ങൾ ആ രക്ഷയാണ് പഠിപ്പിക്കുന്നത്. Now what are the things it's returned? അവിടെ എഴുതിയിട്ടുണ്ട്, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് രക്ഷ നമ്മളെ പഠിപ്പിക്കുന്നത്. The 12th verse it tells us, 12-ാം വാക്യത്തിൽ പറയുന്നത്, it will say no to ungodliness. അഭക്തി അല്ലെ ദൈവമില്ലാത്ത ജീവിതത്തിന് നോ പറയുവാൻ കഴിയും. Have we said no to the ungodliness? എന്നാൽ അഭക്തിക്ക് നമ്മൾ നോ പറഞ്ഞിട്ടുണ്ടോ? We know in the book of Genesis what is the definition of ungodliness. എന്നാൽ ഈ അഭക്തി എന്നുള്ള ശബ്ദം ഹിന്ദി ബൈബിൾ അഭക്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. The book of Genesis clearly tells us about the ungodliness. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സ്പഷ്ടമായിട്ടും അഭക്തിയുടെ അർത്ഥം എന്താണ് എഴുതിയിട്ടുണ്ട്. If you got the word, you can read with us. നിങ്ങൾക്ക് വചനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടുകൂടെ മലയാളം ബൈബിൾ തന്നെ വായിക്കുക. കാരണം ഞങ്ങൾ ഹിന്ദി വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. The scripture clearly tells us വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, in the book of Genesis chapter 6 verse 1 onwards. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം, The men's wickedness was so great. അവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യരുടെ വിക്കറ്റ്നെസ് അല്ല ദുഷ്ടതയെ കുറിച്ചാണ് In the എഴുതിയിരിക്കുന്നത്. 5th verse tells us 5-ാം വാക്യത്തിൽ പറയുന്നത്, the Lord saw how great man's wickedness on the earth had ദൈവം become. സ്വർഗത്തിൽ നിന്ന് കാണുകയല്ല മനുഷ്യരുടെ ദുഷ്ടത അത് എത്രയാകുന്നു. Look, when you read the 4th chapter of the book of Genesis, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ in the വായിക്കുകയാണെങ്കിൽ 19th verse it tells us 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, a man whose name is Lamech, ലേമെക്കിനെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ he വായിക്കുന്നത്. marries 2 women, 2 പത്നിയ അല്ലെ 2 വൈഫിനെ എടുത്തു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. and their sons and daughters, they were not so small, they were just kind of like a fire. എന്നാൽ ഒരു അഗ്നിമയ പോലത്തെ പുത്രൻ പുത്രിമാരായിരുന്നു ലേമെക്കിന്. The scripture says വചനത്തിൽ വായിക്കുന്നത്, they made the tools and the weapons, and they were so we can say high level professional team. അവര് വലിയ പ്രൊഫഷണൽ ടീം പോലെയായിരുന്നു അവരുടെ വർക്കും അവരുടെ ഓരോ കാര്യങ്ങളും എല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നത്. They lived according to their ways, അവരുടെ ഇഷ്ടമനുസരിച്ചാണ്, തന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച വ്യക്തികൾ. because they were the descendants of Cain. കാരണം അവര് കെയിന്റെ സന്തതികളായിരുന്നു. You know Cain who is? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കെയിൻ ആരായിരുന്നു. Cain is the one who killed his own brother. സ്വന്തം ബ്രദറിനെ കൊന്ന ഒരു വ്യക്തിയായിരുന്നു കെയിൻ. The blood which was asking for the justice to God. ആ രക്തം ഒരു നല്ല ജസ്റ്റിസിന് അല്ലെ ന്യായത്തിനു വേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. The man who was fleeing away after killing his own brother. സ്വന്തം ബ്രദറിനെ കൊന്നതിന് ശേഷം തന്നെത്താൻ ഒളിച്ച് തന്നെത്താൻ ധാക്കർ ഓടുവാനാണ് ആഗ്രഹിച്ചത്. Is it not the same thing what we are seeing right in this era? അതാണല്ലോ പ്രിയമുള്ളവർ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. Yes, we can hear in the news is what's happening. ന്യൂസ് ചാനൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നുള്ളൂ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ നടക്കുന്നത്. Someone is murdering their own family members. ചിലര് സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ ആൾക്കാരെയാണ് കൊല്ലുന്നത്. Somebody is just killing their neighbor. ചിലര് പടോസി അല്ല നെയ്ബറിനെയാണ് കൊല്ലുന്നത്. Somebody is killing a man and is cutting it to pieces and putting it to the refrigerator. ചിലര് കൊന്നിട്ട് കട്ട് ചെയ്ത് പീസാക്കി റെഫ്രിജറേറ്റർ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. This is what we are seeing and hearing. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കേൾക്കുന്നത്. The people, as we read in the 6th chapter, നമ്മളിപ്പോൾ 6-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ they were intermarrying, or there's something which God was not willing to. ദൈവം ആഗ്രഹിക്കാത്ത അല്ല ദൈവത്തിന്റെ ഹിതമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യര് എഴുന്നേറ്റു. But when God saw the wickedness, എന്നാൽ ദൈവം ഈ ദുഷ്ടതയെല്ലാം സ്വർഗത്തിൽ നിന്ന് God കണ്ടപ്പോൾ brought the judgment over the earth. ദൈവം ഈ ലോകത്തിലേക്ക് ഒരു ന്യായം അയച്ചു എന്നാണ് വായിക്കുന്നത്. Soon the judgment is gonna come. ആ ജഡ്ജ്മെന്റിന് വീണ്ടും കടന്നു വരുന്നു. But before his judgment begins, എന്നാൽ ആ ജഡ്ജ്മെന്റ് കടന്നു വരുന്നതിന് the മുൻപ് people of God are gonna
fly up from here. ദൈവമക്കൾ ഇവിടുന്ന് എടുക്കപ്പെടും. Hallelujah. Hallelujah. That's what the blessed hope of a people of God is. അതാണല്ലോ ദൈവമക്കൾക്ക് ദൈവം നൽകി തന്നെ blessed hope. That's why we all are living. അതാണല്ലോ ഒരു കാരണം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. We are not living because Jesus will give me a new home. ദൈവം എനിക്ക് നല്ലൊരു വീട് നൽകി തരുമെന്ന് പറഞ്ഞു ആ വിശ്വാസത്തോടെ അല്ല നമ്മൾ We ജീവിക്കുന്നത്. are not living because my family's future must be എന്റെ secure. ഫാമിലി അല്ല എന്റെ മക്കൾക്ക് നല്ല ഫ്യൂച്ചർ ലഭിക്കണമെന്ന് പറഞ്ഞല്ല നമ്മൾ യേശുവിന്റെ പിന്നാലെ We നടക്കുന്നത്. have to follow Jesus so that my job would go and I would something find better. എനിക്കൊരു നല്ല ജോലി ലഭിക്കും എന്ന് വെച്ചല്ല നമ്മൾ യേശുവിന്റെ പിന്നാലെ We നടക്കുന്നത്. have to follow Jesus so that we would see the blessing of our children. നമ്മുടെ സന്തതികൾക്ക് അല്ല നമ്മുടെ മക്കൾക്ക് വലിയ അനുഗ്രഹം എന്റെ ദൈവം നൽകി തരും എന്നുള്ള വിശ്വാസത്തോടെ അല്ല നമ്മൾ ദൈവത്തിന്റെ പിന്നാലെ നടക്കുന്നത്. We have followed Jesus because we have an eternal hope. കാരണം നമുക്കൊരു വലിയ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് നമ്മൾ യേശുവിനെ പിന്നാലെ നടക്കുന്നത്. Jesus will return. യേശു ക്രിസ്തു വീണ്ടും കടന്നു വരുമ്പോൾ Lord, the great wickedness is gonna begin. ഒരു വലിയ ദുഷ്ടത ഈ ലോകത്തിൽ പ്രചണ്ഡ ആകുന്നതിന് മുൻപ് Lord, that we, the people of God, will fly away. അതിനു Like മുൻപ് തന്നെ birds. ദൈവമക്കൾ ഇവിടുന്ന് എടുക്കപ്പെടും. We all will fly out. നമ്മളെല്ലാരും ഇവിടുന്ന് കടന്നു പോകും. The apostles say. ശിഷ്യന്മാര് The apostles say. പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, Twinkling of an eye, we are gonna vanish. നമ്മുടെ കണ്ണ് അടയ്ക്കുന്നത് പോലെ ചുമന്നത് പോലെ തന്നെ നമ്മൾ കടന്നു പോകും. That's what our blessed hope is. അതാണ് നമ്മുടെ ധന്യ ആശ. People of God, പ്രിയമുള്ളവരെ, let me speak to you one word. ഞാൻ നിങ്ങളോട് ഒരു വാക്യത്തിലല്ല ഒരു ശബ്ദത്തിൽ We പറയുകയാണെങ്കിൽ are living because our Jesus is gonna return and we have a blessed നമ്മൾ hope. ജീവിച്ചിരിക്കുന്നത് നമുക്ക് ഒരു വിശ്വാസമല്ല, ഒരു ധന്യാശ പ്രത്യാശയുള്ള യേശു എനിക്ക് വേണ്ടി വീണ്ടും വരും. How many of you have that blessed എത്ര hope? പേർക്ക് ധന്യാശയുണ്ട്? Hallelujah. ഹല്ലേലൂയ. Many people don't have that blessed hope. അനേകർക്ക് ഈ പ്രത്യാശയില്ല. They are just living a normal life. അതുകൊണ്ടാണ് ഒരു നോർമൽ വിശ്വാസ ജീവിതം നയിക്കുന്നത്. Going to Sunday, ഞാൻ സൺഡേ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, we sing songs, പാട്ട് പാടി കൈകൊട്ടി നമ്മൾ ആരാധിക്കുന്നുണ്ട്, we'll speak in other tongues, maybe 2 or 3 words, അന്യഭാഷയിൽ 2-3 വാക്യം പറയാറുണ്ട്, and then give the testimony. അതിനുശേഷം സാക്ഷ്യം പറയാറുണ്ട്. Hear the boring sermon of the pastor who is so old in age. അതിനുശേഷം ആരെങ്കിലും ഒരു നല്ല പ്രായമുള്ള ദൈവദാസൻ വന്ന് വചനം പറയുകയാണെങ്കിൽ ചിലർ പറയും ഭയങ്കര ബോറായിരുന്നു ഇന്നത്തെ വചനം. And then finally we'll come back. അതിനുശേഷം നമ്മൾ മടങ്ങി വീട്ടിലേക്ക് വരും. That's what the Christian life, what we are thinking is. നമ്മൾ ചിന്തിക്കുന്ന ഇത്ര ഉള്ള ഒരു വിശ്വാസി ജീവിതം. No, you ain't gonna get the reward what the Lord has given. ഇങ്ങനത്തെ ജീവിതം നമ്മൾ പോകുകയാണെങ്കിൽ സൺഡേ ചർച്ചിൽ മാത്രം പോകണമെന്നുള്ള ഈ ജീവിതത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രതിഫലവും പ്രാപിക്കാൻ I know കഴിയില്ല. a family who say, ഞാനൊരു കുടുംബത്തെ അറിയുന്നു. and she always say, ആ സഹോദരി ഇങ്ങനെയാണ് oh, പറയുന്നത്, today is Sunday. ഇന്ന് സൺഡേ ആണ്. With something like a great, what we could say, thunder has fallen in her head. ഒരു വലിയ ഇടി മുഴങ്ങുന്നത് പോലെയാണ്. അവർക്ക് ഭയത്തോടെയാണ് അവർ പറയുന്നത് ഇന്ന് സൺഡേ ആണ്. Because she is not willing to go. കാരണം ചർച്ചിൽ പോകാൻ ഇഷ്ടമില്ല. Many of the people are just like a namely Christian. അങ്ങനെ അനേകര് പേര് വിശ്വാസിനാണ്, എന്നാൽ ആ വിശ്വാസത്തിനൊന്നും കാണാനില്ല. According to our Carolites, only namely Pentecost. എന്നാൽ കേരളത്തിലേക്ക് ആൾക്കാർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓൺലി ഒരു പെന്തക്കോസ്റ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ. We people really understand. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, We are not going Sunday just like an ritual. ഒരു രീതി റിവാജ് ഒരു ചടങ്ങ് പോലെ സൺഡേ ചർച്ചിൽ പോകണമെന്ന് വെച്ച് ആരും പോകരുത്. No, just to hear the boring sermon of our beloved pastor. അല്ല ഞങ്ങളുടെ പാസ്റ്റങ്ങളുടെ വചനം ഒന്ന് അല്പസമയം കേട്ടേക്കാന്ന് വെച്ച് ഒന്നും അവിടെ പോകരുത്. If I don't go, he's gonna scold me. ഞാൻ പോയില്ലെങ്കിൽ പാസ്റ്റങ്ങൾ എന്നെ വഴക്ക് പറയാം, അങ്ങനെ ചിന്തിച്ചും പോകാതിരിക്കരുത്. If I don't go, he will ask, where is your tithe of this month? ഞാൻ പോയില്ലെങ്കിൽ പാസ്റ്ററിന് എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കും എന്താണ് നീ ദശാംശം തരാത്തത്. No, we are not gonna go to the Sunday service for that. സൺഡേ ആരാധന അല്ല സഭയിൽ പോകുന്നത് ഇതൊന്നും വിഷയത്തിനല്ല. We are going to give to the Lord. എന്നാൽ നമ്മളെ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ അർപ്പിക്കാനാണ് സഭായോഗത്തിന് കടന്നു പോകുന്നത്. David clearly tells us. സങ്കീർത്തനത്തിൽ ദാവീദ് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. I think so, maybe 116. 116 സാംസിൽ ഇങ്ങനെയാണ് പറയുന്നത്, I will lift up the cup of salvation. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത്. Yes, the book of Psalm chapter 116 verse 12 and 13. 116, 12, 13 ഇങ്ങനെയാണ് പറയുന്നത്. How can I repay the Lord for the goodness he has done for ദൈവം me? ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് പകരം നൽകി Let me കൊടുക്കും. speak to you, my dear. പ്രിയമുള്ളവരെ, ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. How can we be silent when my Savior has done a miracle for me? എന്ത് കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ ഞാൻ എങ്ങനെ മൗനമായിട്ടിരിക്കും? The greatest goodness what the Lord has done it. ദൈവം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കൃപ അല്ലെ ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ
ഉപകാരം എന്ന് പറഞ്ഞാൽ He has given His only begotten Son, തന്റെ ഏകജാതനാകുന്ന പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു. so that through the shedding of His blood, ആ യേശുവിന് രക്തം ചിന്തിയതിനു ശേഷം all have been saved. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. That's the greatest goodness we have ever അതാണ് received. ഏറ്റവും വലിയ ഉപകാരം ദൈവം ചെയ്തിരിക്കുന്നത്. There is no greater goodness than that. of the Lord. അതിനെക്കാട്ടും വലിയ ഉപകാരം ഈ ലോകത്തിൽ ഒന്നുമില്ല. And that's what we must realize. അത് നമ്മൾ മനസ്സിലാക്കണം. It's not, yes, you can think even on the another way. വേറെ സൈഡിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. How many goodness the Lord has done for you, ദൈവം എത്ര ഉപകാരങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ for ചെയ്തിരിക്കുന്നത്, your children, നമ്മുടെ മക്കൾക്ക് വേണ്ടി, for your future, for your job, ഫ്യൂച്ചറിൽ അല്ലെ ജോബിന് വേണ്ടി എന്തൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്, for your family, ഫാമിലിക്ക് എന്തൊക്കെ ദൈവം for ചെയ്തിട്ടുണ്ട്, your church, സഭയ്ക്ക് വേണ്ടി എന്തൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്, for your personal life. നമ്മുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. How many goodnesses the Lord has done. ദൈവം എന്തൊക്കെ ഉപകാരങ്ങളാണ് ചെയ്തിരിക്കുന്നത്. But are we giving something to the Lord? എന്നാൽ പകരമായിട്ട് നമ്മൾ എന്താണ് ദൈവത്തിന് വേണ്ടി On the day ചെയ്തിരിക്കുന്നത്? of Sunday, we make our face like somebody is dead in our home. സൺഡേ ആരാധനയ്ക്ക് പോകുന്ന ആ സമയം നമ്മൾ നിരാശയോടെയാണ് ഇരിക്കുന്നത്. Like somebody is dead in our home. ആരോ മരിച്ചെന്നുള്ള ആ ദുഃഖമാണ് നമ്മുടെ മുഖത്ത് കാണുന്നത്. No, we are debtors, realize. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, നമ്മൾ കർസ്ദാരാണ്, നമ്മൾ കടപ്പാടുള്ളവരാണ്. You have to understand. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. That's why David says അതാണ് ദാവീദ് പറയുന്നത് in the 13th verse, 13-ാം വാക്യം, I will lift up the cup of salvation ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് and will call on the name of the Lord. യഹോവയെ പ്രാർത്ഥിക്കും. ഹിന്ദി ബൈബിൾ എഴുതുന്ന പ്രാർത്ഥന കരുക We are to call on the name of the Lord. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനാണ് സഭായോഗത്തിന് പോകുന്നത്. We are not going there to receive something from ദൈവത്തിൽ God. നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ അല്ല പോകുന്നത്. Yes, that's the thing. God will definitely അത് do it. ദൈവം ചെയ്യേണ്ട കാര്യമാണ്, ദൈവം ചെയ്തിരിക്കും. The man whose hands were shrink, കാരണം വചനത്തിൽ വായിക്കുന്നുണ്ട്, കയ്യിൽ ഉണങ്ങിയ കൈയുമായിട്ട് സഭായോഗത്തിൽ കടന്നു വന്ന ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. that man, when he attended that service, ആ ആരാധനയിൽ കടന്നു വന്നതിന് ശേഷം he did not realize today I'm going to be healed. ഇന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും എന്നുള്ള വിശ്വാസത്തോടെ അല്ല വന്നത്. That woman who was bent over, വേറൊരു വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൂലിയായ സ്ത്രീയെ കുറിച്ച് നമ്മൾ she വായിക്കുന്നുണ്ട്. did not came that I'm going to be healed in today's service. ഇന്നത്തെ ആരാധനയിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും ഇങ്ങനെ പറഞ്ഞല്ല വന്നത്. But she was regular person. എന്നാൽ ആ ആരാധനയിൽ റെഗുലർ സൺഡേ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. That man whose hands were shrinked, he was a regular person. ആ കൈ ഷ്രിങ്ക് അല്ല, കൈ ഉണങ്ങിയ കൈയുമായിട്ട് ദൈവത്തിന്റെ ആലയത്തിൽ ആ കടന്നു വന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. But Jesus, when he came in his time, എന്നാൽ യേശുവിന്റെ സമയത്താണ് ആലയത്തിൽ വന്നത്. and when he saw, he healed those persons. യേശു ക്രിസ്തു അവരെ കണ്ടപ്പോഴാണ് സൗഖ്യം കൊടുത്തത്. Jesus will do in his time. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങൾ നടക്കുന്നത് അത് ദൈവത്തിന്റെ സമയത്താണ്. But it is our job to praise and glorify the name എന്നാൽ of God. നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. Whether he blesses us or not, ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലും ഇല്ലേലും സ്തോത്രം ചെയ്യുക. whether he gives me the blessings or not, ദൈവം എന്നെ അനുഗ്രഹിച്ചാലും എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേലും ഞാൻ സ്തോത്രം ചെയ്യും. whether he will give me the financial blessing or not, എനിക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ദൈവം തന്നാലും ഇല്ലേലും ഞാൻ സ്തോത്രം ചെയ്യും. whether he will give me a new job or not, എനിക്ക് ജോലി തന്നാലും ഇല്ലേലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. whether he will give me a future secure or not, ഒരു നല്ല ഫ്യൂച്ചർ സെക്യൂരിറ്റി ദൈവം തന്നാലും ഇല്ലേലും ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. whether he will bless my family or not, എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചാലും ഇല്ലേലും ഞാൻ ദൈവത്തെ ആരാധിക്കും. whether he will heal me or not. ദൈവം എനിക്ക് സൗഖ്യം തന്നാലും ഇല്ലേലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. Just say like Job said, അയ്യൂബ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, even though you slay me, yet will I hope in you. ദൈവമേ, നീ എന്നെ സ്ലേവ് ചെയ്ത് കളഞ്ഞാല് എന്റെ ആശ നിന്നിൽ മാത്രമാണ്. Even though you slay me, yet will I hope in നീ you. എന്നെ കൊന്നുകളഞ്ഞാലും കർത്താവേ, എന്റെ ആശ നിന്നിൽ മാത്രമാണ്. Have our hope in അതുകൊണ്ട് Jesus. നമ്മുടെ ആശ അത് യേശുവിൽ മാത്രമായിരിക്കണം. Today or tomorrow, he will do his ഇന്നല്ല miracle. നാളെ തീർച്ചയായിട്ടും ദൈവം അത്ഭുതം ചെയ്തിരിക്കും. But we have the depth to praise and എന്നാൽ glorify. നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം നമ്മൾ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. Let me speak to you very quick. പ്രിയമുള്ളവർ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Scripture clearly tells us, വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, no to ungodliness. അഭക്തിക്ക് നമ്മൾ ഇല്ലെന്ന് അല്ലെ നോ പറയുക. The book of Titus chapter 2 tells us, തീത്തോസ് 2-ാം അധ്യായത്തിൽ
ഇങ്ങനെയാണ് വായിക്കുന്നത്. Verse 12, the salvation teaches us, രക്ഷയാണ് നമ്മൾ ഇതെല്ലാം say പഠിപ്പിക്കുന്നത്. no to ungodliness അഭക്തിക്ക് നോ പറയുക, and say to no worldly passion. ലോകത്തിലുള്ള അഭിലാഷയ്ക്ക് നോ പറയുക. Yes, it's a very hard thing. അത് നമ്മുടെ ജീവിതത്തിൽ ലാഗു ചെയ്യാൻ വളരെ കഠിനമാണ്. We think that worldly passion means that having the adornation of our body. Isn't so? ലോകത്തിലെ ആഭൂഷണം അല്ലെ ലോകത്തിലെ ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അഭിലാഷ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ആഭൂഷണമല്ല, ഒത്തിരി ഒരുങ്ങി ചമഞ്ഞാലാണ് ലോകക്കാരെ പോലെ നമ്മൾ ആകുന്നത്. No, worldly passion, what its meaning? എന്നാൽ ലോകക്കാരെ കുറിച്ച് അല്ലെ ലോകത്തിലെ അഭിലാഷയെ കുറിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? My dears, listen carefully. ശ്രദ്ധിച്ചു കേൾക്കുക. When you come to North India, നോർത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ there are many people, the old people who have what we could say, who had their bodies full of old kind of tattoos. പഴയ ആൾക്കാര് വിശ്വാസത്തിൽ കടന്നു വന്ന് പഴയ ആൾക്കാര് അന്യജാതിയിൽ നിന്ന് കടന്നു വന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ അവരുടെ കയ്യിലെല്ലാം പച്ച കുത്തികളെല്ലാം കാണുവാൻ കഴിയും. ഈ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ മധ്യത്തിലാണ് ഇത് കൂടുതലും കാണുന്നത്. പപ്പ നേരത്തെ ചർച്ചകളിലായിരുന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് മിനിസ്റ്റർ ചെയ്യുന്നത്. 23 years ആകുന്നു ഇൻഡിപെൻഡന്റ് ആയിട്ട് ദൈവവേല ചെയ്യുകയാണ്. എന്നാൽ നേരത്തെ പപ്പ ചർച്ചകളിലായിരുന്നപ്പോൾ നോർത്ത് ഇന്ത്യയിലെ അനേക സ്റ്റേറ്റ്സിൽ ദൈവത്തിന്റെ വേല ചെയ്തു. ഒരു സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ബീഹാറിലായിരുന്നപ്പോൾ a family who came to Christ. ക്രിസ്തുവിനെ സ്വീകരിച്ചതിനു ശേഷം ഒരു കുടുംബം. My father was a what we could say good outside preacher in the rural area. കാരണം പപ്പായ്ക്ക് യൗവനപ്രായത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ റൂറൽ ഏരിയ ഗ്രാമങ്ങളിൽ ചെന്ന് പരിസ്യോഗം ചെയ്യാൻ. He used to sing songs and praise and glorify and then preach the gospel. പാട്ടുപാടി ഡോലൊക്കെ കൂട്ടി പാട്ട് പാടിയിട്ടായിരുന്നു സുവിശേഷം അറിയിക്കുന്നത്. And so a family came up to Christ. അന്ന് ഒരു കുടുംബം ക്രിസ്തുവിൽ വന്നു. And they had the adornation. Do you know the rural area people, you know, maybe when you come to the north, നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിലെ ഗ്രാമത്തിലേക്ക് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ they have their bracelets, necklace and all kinds of adornation. അവര് ഭയങ്കര ഒരുക്കക്കാരാണ്, വലിയ വലിയ ഓർണമെന്റ്സ് ഇടുന്നവരാണ്. A few years ago I went with my dad to that same family. അതേ കുടുംബത്തിൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുവാൻ കടന്നുപോയി. So I saw the adornation of that mother. അമ്മയുടെ ആഭൂഷണം ഞാൻ കണ്ടു. At that time she was so old, because when they came to Christ they were young, but now she was old. ഇപ്പോൾ വളരെ പ്രായമുണ്ട്. വിശ്വാസത്തിൽ വന്നപ്പോൾ വളരെ യങ് ആയിരുന്നു. Now that father and mother did die. അമ്മയും പിതാവും ഇപ്പോൾ ദൈവത്തിൽ ഉറങ്ങിയിരിക്കുന്നു. But that mother, when I saw the tattoos in her body, എന്നാൽ അവരുടെ ശരീരത്തിൽ ഈ പച്ച കുത്തിയത് ഞാൻ കണ്ടപ്പോൾ I was so astonished. ഞാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. I was thinking, Lord, even you saved them. ഞാൻ അപ്പോൾ ചിന്തിച്ചു, ദൈവമേ അങ്ങ് ഇങ്ങനത്തെ ആൾക്കാരെ രക്ഷിക്കുന്നുവല്ലോ. How great is thy faithfulness and thy love. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം അത് എത്ര വളരെ വലുതാണ്. Their faith, such a great faith. Our faith is nothing before them, my dears. അവരുടെ മുൻപിൽ പോയപ്പോൾ എനിക്ക് തോന്നി എന്റെ വിശ്വാസം ഒന്നുമില്ല, അവരുടെയാണ് ഏറ്റവും വലിയ വിശ്വാസം. Mother's faith, it is so incredible, but I cannot describe. ആ അമ്മയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരം തന്നെയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. Though they are living in the rural area, അവർ താമസിക്കുന്നത് ഗ്രാമത്തിലാണ്. now his son is a pastor. എന്നാൽ ഇപ്പോൾ അവരുടെ മകൻ പാസ്റ്ററാണ്. One of a well-known pastor in that district. ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പാസ്റ്ററാണ്. My saying to you is, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, when they came to Christ, we think, oh, God does not need them. നമ്മൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ ആഭൂഷണല്ല ഒത്തിരി ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നവരെ ദൈവത്തിന് വേണ്ട. That's not the worldly passion means. അതല്ല ഈ സംസാരിക അഭിലാഷ എന്ന് പറയുന്നത്. The Titus, what he mentions there is, എന്നാൽ തീത്തുസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, he says that say no to the worldly passion. ലോകത്തിലെ പാഷൻസ്, ലോകത്തിലെ കാര്യത്തിൽ നമ്മൾ നോ പറയുക. Do you know it says in the scripture in the book of James chapter 4 verse 4. യാക്കോബ് 4:4 ഇങ്ങനെയാണ് പറയുന്നത്, he who loves the world becomes the enmity with God. ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുതയാകുന്നു. So we love the world because there are many people who wants the world. എന്നാൽ അനേകര് ആ
ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വേണം. There are many people who want a luxurious life. അനേകരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു നല്ല ലക്ഷറിയസ് ലൈഫ് വേണം. I'm not blaming every servants of the Lord. ഞാൻ എല്ലാരെയും ബ്ലെയിം ചെയ്യുന്നില്ല, കുറ്റം പറയുന്നില്ല. But I have seen some people, that's what I'm saying. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. Though they name as the people of God, അവർ പറയുന്നത് ഞാൻ ദൈവമകൻ അല്ല ദൈവപുത്രനാകുന്നു. they want to live inside their heart tells that they want to live a luxurious എന്നാൽ life. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കൊരു ലക്ഷറിയസ് ലൈഫ് വേണം. അതുകൊണ്ടാണ് പറയുന്നത്. How is it possible? അതെങ്ങനെയാണ് പോസിബിൾ? You can see the scripture, it's written about Balaam. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബിലാമിനെ കുറിച്ച്. The scripture clearly tells us വചനത്തിൽ വായിക്കുന്നത് Balaam who loved the wages of wickedness in the 2 Peter chapter 2 പീറ്റർ 2-ാം അധ്യായം verse 15 tells us 15 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. who loved the wages of wickedness. ദുഷ്ടതയുടെ വേജസ് അല്ലെ പൈസ മോഹിച്ച ഒരു ആള്. Though he said no to the people when they brought money, മനുഷ്യര് അല്ലെ അവിടുത്തെ ആൾക്കാരെല്ലാം പൈസ കൊണ്ടുവന്നപ്പോൾ പുറമെ പറഞ്ഞു. the people of Moab brought a little bit of prices and the money to Balaam to come and prophesy to the people of God. ചില കാര്യങ്ങൾ ചില സാധനങ്ങൾ അല്ലെ പൈസയായിട്ട് ബിലാമിന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ Can you come and curse down the people of God? ആ ജാതിയെ അല്ലെ ദൈവത്തിന്റെ ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ ജാതിയെ നിങ്ങൾ ഒന്ന് ശപിക്കാമോ? So what did Balaam say? അപ്പൊ ബിലാം എന്താണ് പറഞ്ഞത്? Let me ask God and let me come. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് വരാം. But no, now the 2 Peter tells us, എന്നാൽ 2 പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. though even he was saying no, പുറമെ ബിലാം നോ പറഞ്ഞു, but inside he was having the wages of wickedness. എന്നാൽ ഹൃദയത്തിൽ അല്ല മനസ്സിൽ ആ ദുഷ്ടതയുടെ സ്വഭാവം He ഉണ്ടായിരുന്നു. was loving the wages. ആ പൈസ മോഹിച്ച ഒരു വ്യക്തിയായിരുന്നു ബിലാം. This is what the worldly passion means. അതാണ് ലോകത്തിലെ അഭിലാഷ എന്ന് പറയുന്നത്. Through our words, through our action, we are showing that we are godly people. നമ്മൾ സ്വഭാവത്തിൽ നിന്ന് പുറമെ നമ്മൾ കാണിക്കാറുണ്ട് ഞാൻ ദൈവത്തിന്റെ ഒരു നല്ല മകൻ അല്ല മകളാകുന്നു. I don't wear any ornament. ഞാൻ ഓർണമെന്റ്സ് അല്ല ഒരു ഓർണമെന്റ്സും ഇടുകയില്ല. I live a holy life. ഞാൻ ഒരു നല്ല വിശുദ്ധിയുള്ള ജീവിതമാണ് നയിക്കുന്നത്. I don't even wear a marriage ring. ഞാൻ ഒരു കല്യാണത്തിന്റെ മോതിരം പോലും ഇടുകയില്ല. It's so good. അത് നല്ലതാണ്. But then what does our heart tells us? എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? Yes, many of the people say God does not look the outer covering, only the inside heart. ചിലർ പറയാറുണ്ട് ദൈവം പുറമെ മാത്രമല്ല നോക്കുക, നമ്മുടെ ഹൃദയം നോക്കാറുണ്ട്. My saying to you is, എന്നാൽ ഞാൻ പറയുന്നത് God even sees outside and also inside. ദൈവം പുറമേയും നമ്മളെ കുറിച്ച് നോക്കും, നമ്മുടെ ഹൃദയത്തിലെ ഭാവനയും അറിയുന്ന ദൈവമാണ്. If somebody would bring me a cup of coffee, ഒരു കോഫിയുടെ കപ്പ് ഒരു വ്യക്തി എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ if the outer covering of the cup is so indecent and ugly, ആ കപ്പ് പുറമെ കാണാൻ ഏറ്റവും അഴുക്കാണെങ്കിൽ there might be mud, there might be so sticky smell outside, മണ്ണുണ്ടായിരിക്കും അല്ലെ എന്തെങ്കിലുമൊക്കെ പുറത്ത് പിടിച്ചിരിപ്പുണ്ടായിരിക്കും. but inside it's so clean, എന്നാൽ അകം നല്ല ക്ലീൻ ആണ്. I would not touch it. എന്നാൽ അങ്ങനത്തെ കപ്പ് കൊണ്ടുവന്നാലും ഞാൻ തൊടുകയില്ല. But even if the another side, a person who brings the outer covering so അതിന്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഔട്ടർ അപ്പിയറൻസ് ആ കപ്പ് പുറമെ കാണാൻ നല്ലതാണെങ്കിൽ and inside it is full of stinky smell, ആ കപ്പിന്റെ അകത്ത് മൊത്തം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്ക് സ്മെൽ വരികയാണെങ്കിൽ that would also not will I touch. അതും ഞാൻ തൊടുകയില്ല. Why? Because I want the outside and inside to clean. അതെന്താണ്? കാരണം എനിക്ക് ആ കപ്പ് പുറമേയും അകത്തൂടെയും നല്ല ക്ലീനായ ഒരു കോഫിയുടെ കപ്പാണ് വേണ്ടിയത്. That's what God wants. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God wants our outer covering to be cleansed. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ കടന്നു ചെല്ലുമ്പോൾ പുറമേ ശുദ്ധരായിരിക്കണം. We know Joshua, God said to Joshua, യോശുവയുടെ ദൈവം ഒരിക്കൽ പറഞ്ഞല്ലോ, yes, go and change your garment. നിന്റെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് നീ വരിക. You're still ugly before God. കാരണം ദൈവത്തിന്റെ മുൻപാകെ നീ അഗ്നിയായിട്ടാണ് നിൽക്കുന്നത്. God do sees our outer ദൈവം covering. നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെയാണ് ക്ലീൻലി വെക്കുന്നത് അതെല്ലാം ദൈവം But my ശ്രദ്ധിക്കുന്നുണ്ട്. ears do not only give priority to the outside. എന്നാൽ ഔട്ട്സൈഡ് അപ്പിയറൻസിന് വേണ്ടി മാത്രം നമ്മൾ പ്രമുഖ സ്ഥാനം കൊടുക്കരുത്. The scripture tells us, വചനത്തിൽ പറയുന്നത് the book of Revelation,
വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. Chapter 2. രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത്, His eyes are like the blazing fire. ദൈവത്തിന്റെ കണ്ണുകൾ അത് അഗ്നിമയ ജ്വാല പോലെയാകുന്നു. He sees our heart. നമ്മുടെ ഹൃദയത്തിലെ ഓരോ സ്വഭാവങ്ങളെ അറിയുന്നു. God wants our outside to be clean, ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ഔട്ട്സൈഡ് അപ്പിയറൻസും ക്ലീൻ ആയിരിക്കണം. and also our internal heart to be clean. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. Let us say no to the worldly passion. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യത്തെ ദുഷ്ട സ്വഭാവത്തിന് നമ്മൾ നോ പറയണം. Moses said no to the treasures of Egypt, says the book of Hebrews chapter 11. ഇബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്, മോശ ആ മിസ്രൈം ദേശത്തിന്റെ ആ നല്ല ജീവിതത്തിന് നോ പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ മക്കളും ഇസ്രായേലുകളുടെ കൂടെ യാത്ര തുടങ്ങിയത്. Sometimes it's difficult to say no. എന്നാൽ ചില സമയം നമുക്ക് നോ പറയാൻ അത് വളരെ കഠിനമാകുന്നു. We do say and teach others to say no. നമ്മൾ അനേകരെ പഠിപ്പിക്കാറുണ്ട്, നമ്മൾ അനേകരെ ഗൈഡ് ചെയ്യാറുണ്ട്. Brother, my sister, it is we have to say no. ബ്രദർ, നമ്മൾ ഇങ്ങനെ ചെയ്യണം. സിസ്റ്റർ, നമ്മൾ അതിന് നോ അങ്ങ് പറഞ്ഞേക്കണം. But it is impossible for us to say no. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് പറയുവാൻ കഠിനമാകുന്നു. We are to say no, my dear. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിലെ എല്ലാ സ്വഭാവത്തിനെയും നമ്മൾ നോ പറയണം. The scripture says, വചനത്തിൽ വായിക്കുമ്പോൾ Titus chapter 2:12, തീത്തോസ് 2:12 ഇങ്ങനെയാണ് പറയുന്നത്, and to live a self-controlled life, നമ്മുടെ ജീവിതത്തിൽ സംയം അല്ല സെൽഫ് കൺട്രോൾ വേണം. and that upright and godly lives in this present age. ദൈവഹിതമനുസരിച്ച് അല്ല ദൈവത്തിന്റെ ഭയമനുസരിച്ച് Are ജീവിക്കുന്നവരായിരിക്കണം. we living like a godly life? നമ്മളൊരു ഗോഡ്ലി ലൈഫ് അല്ലെ ദൈവ ആഗ്രഹിക്കുന്ന പോലത്തെ ലൈഫാണോ ജീവിക്കുന്നത്? When others look at you, അന്യജാതികൾ നമ്മളെ നോക്കുമ്പോൾ, when the church looks at you, സഭയിലെ വിശ്വാസികൾ നമ്മളെ നോക്കുമ്പോൾ, when the pastor looks at you, പാസ്റ്റർ നമ്മളെ നോക്കുമ്പോൾ, when your family members looks at you, ഫാമിലി മെമ്പേഴ്സ് നമ്മളെ നോക്കുമ്പോൾ, they must say, yes, he is living a godly അവർ life. പറയണം ഇന്ന വ്യക്തി ദൈവഹിതമനുസരിച്ചാണ് ജീവിക്കുന്നത്. When you go to your job, നമ്മൾ ജോലിയിൽ കടന്നു പോകുമ്പോൾ colleagues must say, ജോലിയിലുള്ള കൂട്ടുകാർ പറയണം, oh yes, he is living a godly ഇത് life. യേശുവിന്റെ പുത്രനാകുന്നു. How is it possible? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? Jesus said in his parable on the Mount Sermon, യേശു ക്രിസ്തു പഹാടി പ്രദേശത്തിലെ മൗണ്ട് സെർമനിൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. book of Matthew chapter 5. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Yes, the scripture clearly tells us, വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, city on a hill cannot be hidden. ഒരു ഹില്ലിൽ അല്ല ഒരു ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന സിറ്റി ഒരിക്കലും ഒളിച്ചു വെക്കുവാൻ കഴിയുകയില്ല. It will give light to everybody and everybody അതിന് can see. പ്രകാശം എല്ലാവർക്കും കാണുവാൻ കഴിയും, എല്ലാവർക്കും കൊടുക്കുവാനും കഴിയും. I don't know the places where you are. Is there any mountains? എനിക്കറിയില്ല നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അടുത്തൊക്കെ ഇങ്ങനെ ഹില്ലി മൗണ്ടൻസ് ഉണ്ടോ? If there is any mountain, അങ്ങനെയൊക്കെ പഹാഡ് അല്ലെ മൗണ്ടൻസ് ഉണ്ടെങ്കിൽ you can see. If there is any house, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു വീട്ടിൽ ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ, if the house is present in the peak of a mountain, ഒരു മൗണ്ടന്റെ ഏറ്റവും ടോപ്പിൽ ഒരു വീടാണെങ്കിൽ at that night time you could find out the light shining. രാത്രി സമയം അതിന്റെ ലൈറ്റ് നമുക്ക് ദൂരേന്ന് കാണുവാൻ കഴിയും. You would say, oh yes, there is a house. അപ്പോൾ ആ ലൈറ്റ് കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവിടെ ഒരു വീടുണ്ട്. But now Jesus tells us, എന്നാൽ യേശു പറയുന്നത്, in the same way let your light shine before men. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതി, ദൈവം തന്നിരിക്കുന്ന ജ്യോതി മനുഷ്യരുടെ മുൻപാകെ നമ്മളെ ജ്വലിപ്പിച്ച് കാണിക്കുക. Yes, Matthew chapter 5 verse 17-16 tells us, മത്തായി 5-ാം അധ്യായം 16 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, let our light shine before men. മനുഷ്യരുടെ മുൻപാകെ നമ്മുടെ ലൈറ്റ് ഷൈൻ ആയി നമ്മൾ കാണിക്കുക. Dears, why do we need to shine? എന്തിനാണ് ഷൈൻ ചെയ്യുവാൻ ദൈവം പറഞ്ഞത്? Let us become as our heavenly Father is. സ്വർഗ്ഗ പിതാവ് പെർഫെക്റ്റ് ആകുന്നത് പോലെ തന്നെ Our deeds, let other praise the God our Lord who is in heaven. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ കണ്ട് അനേകർ പറയട്ടെ ഇവരുടെ ദൈവം സിദ്ധനാകുന്ന ദൈവമാകുന്നു. He's our neighbors, he's our colleagues of the job saying, oh, how stinky smells man is he. അല്ലെ ഒരിക്കലും നമ്മുടെ സ്വഭാവം കണ്ട് ഒരിക്കലും നമ്മുടെ പടോസിലെ നെയ്ബർ അല്ലെ ജോലിയിൽ പോകുന്ന ആ ജോലിയിലെ കൂട്ടുകാർ ഒരിക്കലും പറയരുത് എന്ത് ബദ്ബുദാർ അല്ലെ സ്റ്റിങ്കി സ്മെല്ലാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, how bad his life is. എത്ര ദുഷ്ടമായ ഒരു സ്വഭാവമാകുന്നു. No, let nobody judge over you, says Paul. പൗലോസ് പറഞ്ഞ ആരും ജഡ്ജ് ചെയ്യുവാൻ നമ്മൾ അനുവദിക്കരുത്. We must live a godly life. ഒരു നല്ല ഭയമല്ല ദൈവഭക്തി നമ്മുടെ ജീവിതം നയിക്കുവാൻ നമ്മൾ Clearly ആഗ്രഹിക്കണം. says in 1 Corinthians, പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, let nobody look at you and judge over you. നിങ്ങളെ നോക്കി ആരും ജഡ്ജ് ചെയ്യുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. How is it possible when our light will shine before the men? അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ദൈവത്തിന്റെ പ്രകാശം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോഴാകണം. So let the light of God shine
shine through അതുകൊണ്ട് us. ദൈവത്തിന്റെ ആ പ്രകാശം നമ്മളിൽ കൂടെ പുറപ്പെടട്ടെ. Why? Because the last verse tells us in Titus 2. കാരണം തീത്തോസ് 2 ലാസ്റ്റ് പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്. The scripture clearly tells us. വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. Yes, because we are waiting for our blessed hope, Jesus Christ. ദൈവത്തിന് വേണ്ടി അല്ലെ യേശുവിന്റെ ആ ധന്യ ആശയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. We are waiting for the blessed hope, the glorious appearing of our great God. ദൈവത്തിന്റെ ആ മഹിമാമേ അപ്പിയറൻസിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. How many of you are waiting for Jesus എത്ര Christ? പേര് യേശുവിന്റെ രണ്ടാമത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു? Let me speak to you. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, We got the salvation. നമ്മൾക്ക് ദൈവം ഒരിക്കൽ രക്ഷ തന്നു. Let us live for it. ഇനി ആ രക്ഷയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. Let us show the light through us to others. നമ്മളിൽ കൂടെ